Hi all, welcome back to Design School from the House of Haka. Let's speak design. Okay. നമുക്കിന്ന് വാട്ട് ഈസ് ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പെർസ്പെക്റ്റീവ് എന്താണ്, ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് അല്ലേ. നമ്മളെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ എല്ലായിടത്തും ഡിസൈൻ ഉണ്ട്. ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനേഴ്സോ അല്ലെങ്കിൽ ബ്രാൻഡിങ് ഡിസൈനേഴ്സോ ലോഗോ ഡിസൈനേഴ്സോ മാത്രമല്ല, കുറേ ടൈപ്പ് ഡിസൈനേഴ്സ് ഉണ്ടല്ലേ. ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ഫാഷൻ ഡിസൈനേഴ്സ്, കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളൊരു ക്ലാരിറ്റിയും എന്തിനാണ് എവിടെയാണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഞാൻ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ഡിസൈൻ? നിങ്ങൾക്ക് തോന്നുന്ന പെർസ്പെക്റ്റീവ് ഒന്ന് പറയാം. ഇനി ഡിസൈനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് ആണ്, അതേപോലെ തന്നെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനും കൂടിയാണ് അല്ലേ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ചെയർ അത് ഒരു ഡിസൈനാണ്, ഇതൊരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് അല്ലേ. ഈ കാണുന്ന ടേബിള്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഡിസൈന് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ റിയൽ ലൈഫിലുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ട്രാഫിക് സിഗ്നലിൽ കാണുന്ന ലൈറ്റ്. ഓക്കെ, ഇതിൽ 3 കളേഴ്സാണ് വരുന്നുള്ളത്. ഈ 3 കളേഴ്സ് മാത്രമല്ലേ ശരിക്കും നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഇത്രയും വലിയ ക്രൗഡിനെ എന്ത് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൗഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് ഈ 3 കളേഴ്സാണ് അല്ലേ. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ എന്നുള്ളതും, യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയായി നിൽക്കുക എന്നുള്ളതും, റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്നുള്ളതാണ് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ കളേഴ്സാണ് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മോളിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ടോയ്ലറ്റിൽ നമുക്ക് 2 ഐക്കൺസ് കാണാം അല്ലേ. ഒന്ന് മെൻ എന്നുള്ളതും പിന്നെ ഒന്ന് വുമൺ എന്നുള്ളതും. ഈ 2 ഐക്കൺസ് മാത്രമാണ് നമ്മളടുത്ത് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത്. അവിടെയുള്ള ടെക്സ്റ്റിനെക്കാട്ടിയും കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്നതും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതും ഈ 2 ഐക്കൺസ് ആണ് അല്ലേ. അപ്പോൾ എത്രത്തോളം ഡിസൈൻ എന്നുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് എത്രത്തോളം നമ്മളെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് നമ്മളെ റിയൽ ലൈഫിലുള്ളൊരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ഡിസൈൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഡിസൈൻ ഉണ്ടാക്കിയ നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ആകുന്ന കാര്യങ്ങൾ വേറെയും ഉണ്ട്. ഓക്കെ, അതിനുള്ളൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ 3 കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഗ്രേഡിൻ്റെ ആയിട്ടുള്ളത്, പിന്നെ ഒരു ബ്ലൂ, പിന്നെ ഒരു ഗ്രീന്. ഈ കളേഴ്സ് നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഈ കളേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ഇൻസ്റ്റഗ്രാം, ഒന്ന് ഫേസ്ബുക്ക്, ഒന്ന് വാട്സപ്പ് അല്ലേ. ഈ 3 കളേഴ്സ് മാത്രം മതി നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. എന്താണ് ഈ ഓക്കെ ഈ കളേഴ്സ് ഇത് ഇന്ന ബ്രാൻഡിൻ്റെ ആണല്ലോ, അല്ലെങ്കിൽ ഈ കളേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണല്ലോ എന്നുള്ളത് അല്ലേ. എത്രത്തോളം നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ കളേഴ്സ് എന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലായത് അല്ലേ. എത്രത്തോളം എന്താ പറയുക, ഒരു ബ്രാൻഡിൻ്റെ കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈനേഴ്സ് കുറേ ടൈം എടുക്കുന്നുണ്ട് അല്ലേ. അത് വെറുതെ ആണോ? ഇപ്പോൾ ഈ കളേഴ്സ് ആണെങ്കിലും നമുക്ക് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, ആൾക്കാർക്ക് മെമ്മറബിൾ ആവണം. മെമ്മറബിൾ ആണെങ്കിൽ ആ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഡിസൈനേഴ്സ് നോക്കേണ്ടത്. ഓക്കെ, ഇതേപോലെ തന്നെ ഡിസൈൻ ഒരു പ്രോബ്ലം സോൾവിംഗ് എന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ പ്രോബ്ലം സോൾവിംഗ് എന്നുള്ളത് എവിടെയാണ് വരുന്നത്? അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 2 പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഒന്നിൽ UI എന്നും കൊടുത്തിട്ടുണ്ട്, ഒന്നിൽ UX എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, UI എന്ന് കൊടുത്തതിൽ ഈ കപ്പ് കാണാൻ ഭയങ്കര രസമാണ്. ഓക്കെ, ഒരു ഫോക്സിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള കപ്പ് കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ കുടിക്കുന്ന സമയത്ത് ആളെ കണ്ണിലേക്ക് ഇടിക്കുന്നുണ്ട് അല്ലേ. ഫോക്സിൻ്റെ 2 എന്താണ് ആ ചെവി കണ്ണിലേക്ക് ഇടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് യൂസർ ഫ്രണ്ട്ലി ആണോ? UX എന്ന് പറഞ്ഞെടുത്ത് കണ്ണിലേക്ക് കുത്തുന്നുണ്ട്, UI എന്ന് പറഞ്ഞെടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കപ്പുണ്ട്. അപ്പോൾ ഭയങ്കര ഗുഡ് ലുക്കിങ് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി മാത്രമാണോ നമ്മളെ പ്രൊഡക്റ്റിന് വേണ്ടത്? അത് യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. എന്താ പറയുക, ഞാനിപ്പോൾ അടിപൊളി സാധനം ക്രിയേറ്റ് ചെയ്ത്, പക്ഷേ അതിൽ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് യൂസേജ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്നാൽ കാര്യമുണ്ടോ? നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് അവിടെയാണ് ഡിസൈനും ആർട്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, എന്താ പറയുക, നമുക്ക് ആൾക്കാർ ആൾക്കാരുടെ മൈൻഡിലുള്ള ഒരു കാര്യമാണ് ഡിസൈനും ആർട്ടും എന്നുള്ളത് ഒരേ പെർസ്പെക്റ്റീവിൽ കാണേണ്ടതാണെന്നുള്ളത്. ഡിസൈനും ആർട്ടും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്തെറ്റിക് ബ്യൂട്ടി മാത്രമല്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അതൊരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആവണം. അതേപോലെ തന്നെ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഫ്രീഡമാണ്, എന്താണ് അതിൽ പറയേണ്ടതെന്നുള്ളതും അത് കാണുന്ന ആളെ ഫ്രീഡമാണ്, അതെന്താണ് ഞാൻ ആലോചിച്ചെടുക്കേണ്ടത് എന്നുള്ളതും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ ബിനാലയിൽ പോയ സമയത്ത് ഇവിടെ കുറേ ആർട്ടുണ്ട്, കുറേ പരിപാടികളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും
മനസ്സിലാവുന്നില്ല ഇതെന്താണ് എന്നുള്ളത്, എന്താണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത്. ലൈക്ക് അത് എന്തുകൊണ്ടാണ് ലൈക്ക് മനസ്സിലാവാത്ത പ്രശ്നമല്ല, നമ്മൾ ആലോചിക്കുന്നതാണോ അത് എന്നുള്ളതായിരിക്കും നമ്മൾ മനസ്സിലുണ്ടാവുക. ലൈക്ക് ആർട്ടിസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതാണോ ഞാനും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും രണ്ടാളും കൂട്ടിയിട്ട് 2 തരത്തിൽ നോക്കാൻ തുടങ്ങി. വേറൊരാൾ വേറെ റൂട്ടും ഞാൻ എൻ്റെ റൂട്ടിലും പോയി. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് അതിനൊരു സമ്മറി ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഓക്കെ ഈ ആർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു ഈ ആർട്ട് അതല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതാണെന്നുള്ളത്. അപ്പോൾ ഒരാൾ കാണുമ്പോൾ ആ ആർട്ടിൻ്റെ പെർസ്പെക്റ്റീവ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാം. അത് ആർട്ടിസ്റ്റിൻ്റെയും എന്താണ് ഫ്രീഡമാണ്, ഞങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പോൾ അതിപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഞാനൊരു നാട്ടിലത്തെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മളൊരു ഇവൻ്റ് നടക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആർട്ട് അവിടെ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ലൈക്ക് അവിടെ നമുക്ക് ആർട്ടല്ല ശരിക്കും വേണ്ടത്, അവിടെ ഒരു ഡിസൈൻ അല്ല വേണ്ടത്. അവിടെ കുറേ ക്രൗഡുണ്ട്, ആ ക്രൗഡിനെ റെപ്രസെൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ക്രൗഡിനെ അവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ഡിസൈൻ വേണം. പക്ഷേ ആർട്ട് എന്ന് പറയുന്നത് പല ആൾക്കാർക്ക് കാണേണ്ട പെർസ്പെക്റ്റീവാണ്. പല ആൾക്കാർക്കും പല പെർസ്പെക്റ്റീവ് ആയിരിക്കും. ആർട്ടിസ്റ്റിന് ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും, അത് കാണുന്ന എനിക്ക് വേറെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അത് ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഫ്രീഡം റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പോവാം. ഇനിയിപ്പോൾ ഡിസൈൻ ആണെങ്കിലോ, ഞാനിപ്പോൾ എൻ്റെ നാട്ടിലൊരു പ്രോഗ്രാമിന് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ കുറേ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവിടെ ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവിടെ കുട്ടികളുണ്ട്, അവിടെ യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ ഈ ടോപ്പിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡിസൈന് കണ്ടൻറ്റ് സംസാരിക്കണം, എന്താണോ പരിപാടി എന്നുള്ളതും കൂടി സംസാരിക്കണം അല്ലേ. അപ്പോൾ ഡിസൈനും ആർട്ടും രണ്ടാണ്. ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആവണമെന്നോ ഇല്ല, ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആവണം. ഞാനിപ്പോൾ യൂസർ ഫ്രണ്ട്ലിൻ്റെ കേസ് ഞാൻ ഈ കപ്പിലൂടെ പറഞ്ഞു നിങ്ങളടുത്ത്. ഈ ലൈക്ക് എന്താ പറയുക, ഈ കപ്പ് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര എസ്തെറ്റിക് ബ്യൂട്ടിയാണ്, അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാനിപ്പോൾ 2 പിക്ചേഴ്സ് കാണിച്ചു തരാം. ഇത് ആപ്പിളിൻ്റെ മാജിക് മൗസാണ്. നിങ്ങൾ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ മൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗസിൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ അടിയിൽ കുത്തി വെക്കണം. ഇത്രയും വലിയ കമ്പനി, ഇത്രയും വലിയ ഇന്നോവേഷൻ കൊണ്ടുവരുന്ന കമ്പനി ചാർജ് കുത്തിവെക്കുന്ന സമയത്ത് മൗസ് തിരിച്ച് ഇങ്ങനെ കുത്തിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആണോ? അത് ലൈക്ക് എന്താ പറയുക, നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണോ? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അത് യൂസറിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കാരണം അത് 1 മാസം അല്ലെങ്കിൽ 2-3 മാസം ഈ ചാർജ് മാജിക് മൗസിൽ ചാർജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് 2-3 മാസം കൂടി വെക്കുമ്പോഴല്ലേ ചാർജ് കുത്തി വെക്കേണ്ടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു ലൈക്ക് ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് അവർ കേബിൾസോ വയേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് അവർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ഈ ആപ്പിളിൻ്റെ മൗസ് അങ്ങനെ നീറ്റായിട്ട് ഇരിക്കുന്നതാണ് രസം. അതേപോലെ തന്നെ നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആപ്പിൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റീവ് ജോബ്സ് അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുടെ പ്രൊഡക്റ്റ് ആൾക്കാരുടെ അടുത്ത് എത്തിച്ചത്. എന്നിട്ട് നമുക്കാണ് ശരിക്കും പറഞ്ഞാൽ ആപ്പിളിൽ നിന്നുള്ള പ്രൊഡക്റ്റ് വേണ്ടത്. ലൈക്ക് നമ്മൾ തന്നെ നോക്കിയാൽ മതി, എത്ര ആൾക്കാർ ഇപ്പോൾ ആപ്പിളിൻ്റെ എല്ലാ സ്പെക്കും നോക്കിയിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. ആപ്പിളിൻ്റെ എന്താ പറയുക, അതെത്രയാണ് ഇതെത്രയാണ്, ലൈക്ക് അതിൻ്റെ നമ്പേഴ്സ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അത് ആപ്പിളിൻ്റെ നമ്മൾ നോക്കൂലേ. ആപ്പിളിൻ്റെ നോക്കുന്നത് 40 ആണോ 40 Pro ആണോ, 50 ആണോ 15 Pro ആണോ. ഇനിയിപ്പോൾ സാംസങ്ങിനാണെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കും അല്ലേ. അപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ആർട്ട് അവർ സെല് ചെയ്യുന്നത്. വാട്ട് ഈസ് ഡിസൈൻ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലേ. അതേപോലെ തന്നെ എന്താണ് ആർട്ട് എന്നുള്ളതിൻ്റെയും കൂടി ആൻസർ കിട്ടി. ഇതേപോലുള്ള ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ഹാരിസൺ കോ അക്കാഡമി.